ഹായ്, ഇന്ന് ഒരു അയില വറ്റിച്ച കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അടുക്കളയല്ല, ചെറുവത്തൂർ പോയിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ അയില മീനുണ്ടായി. അപ്പോൾ അത് കറി വെക്കാൻ പറഞ്ഞിട്ട് അയില മുറിച്ച് കഴുകി ഉപ്പും മഞ്ഞളെല്ലാം പുരക്കി വെച്ചു. പിന്നെ അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടിയും പിരിയമുളകിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ട് ഒന്ന് ചൂടാക്കും. ചീനച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇനി വേണ്ടുന്ന കഷ്ണം തക്കാളി, ഉള്ളിയും പച്ചമുളകും വേണ്ടു കേട്ടോ. അപ്പം അതിലത്തേക്ക് നമ്മളെ മീനുള്ളിട്ട് നന്നായിട്ടൊന്ന് എല്ലാം പുരക്കിയെടുക്കണം. പുരക്കിയെടുത്തിട്ട് നമ്മളെ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ പുളിയിൽ നീരും നല്ലോണം വേണ്ടുന്നത്ര. ചെറുവത്തൂർക്കാർക്ക് നല്ല പുളി വേണം കേട്ടോ. നമ്മൾ പുത്തൂർക്കാർക്ക് പുളി ലേശം കുറവാണ്. അപ്പോൾ പുളി ആടെ പോയാൽ കുറച്ച് അധികമായാലും പ്രശ്നമില്ല. ഇടുന്നാന്ന് മുന്നേട്ടൻ്റെ ചീത്ത വെക്കണം. ആടെ പുളി എല്ലാവർക്കും ഇഷ്ടമാണ്. മീനിൽ നല്ല പുളി വേണം. അതുകൊണ്ട് പുളി ഒഴിച്ചു. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി പുരക്കി യോജിപ്പിച്ച് കണക്കായ വെള്ളവും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ തീമാച്ചു പറഞ്ഞിട്ട് നമ്മളെ ചെറുവത്തൂരിലെ ലീലേച്ചി എന്നോട് കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. തീമാച്ചു തീമാച്ചു എന്ന് പറയൽ ഈ അടുപ്പത്ത് വെക്കുന്നതിന് നമ്മൾ തീമാച്ചു എന്നാണ് പറയൽ. നമ്മൾ കാസർഗോഡൻ ഭാഷയാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലായതുകൊണ്ട് വലിയ ഇതൊന്നും ആവില്ലല്ലോ, വടിയൊന്നും ചെയ്യില്ല. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കണക്കായി ഉപ്പ് നോക്കണം. ഞാൻ ഉപ്പും മഞ്ഞളും പുരക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതിന് കണക്കായ ഉപ്പെല്ലാം ഇട്ട് പിന്നെ ഒന്നും കൂടെ ഇളക്കി അത് അടച്ചു വെച്ചു. അടച്ചു വെച്ച സമയത്ത് കുറച്ചും കൂടെ അതിൻ്റെ ഇത് പറ്റാനുണ്ട് കേട്ടോ, വെള്ളം അത്ര ഉണ്ടായിക്കൂടാ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണ നനക്കലാണ് കേട്ടോ, പച്ച വെളിച്ചെണ്ണ. അപ്പം പറ്റാൻ തുടങ്ങി കേട്ടോ. അതിലിങ്ങനെ പറ്റി തുടങ്ങുമ്പോൾ നമ്മൾ എന്താക്കും, ചതച്ച് വെച്ച വെളുത്തുള്ളിയില്ലേ, ആ വെളുത്തുള്ളി അതിലത്തേക്ക് ഇടും. അതിലത്തേക്ക് ഇട്ടിട്ട് അതുപോലെ പിന്നെ കുറച്ച് നല്ലോണം വെളുത്തുള്ളി ഇട്ടു കേട്ടോ. വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിക്കായാലും ചിക്കൻ കറിക്കെല്ലാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഒരു 2 തണ്ട് കറിവേപ്പില, ആ കറിവേപ്പിലയും കൂടെ അതിലത്തേക്ക് ഇട്ടിട്ട് ഇനി വെളിച്ചെണ്ണ നനക്കലാണ്. പച്ച വെളിച്ചെണ്ണ നനക്കും. നല്ല അടിപൊളി സൂപ്പർ അയില വറ്റിച്ചതാണേ. ആരും വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോ. പക്ഷേ ഈ മീൻ കറിയെല്ലാം ഇന്ന് വെച്ചാൽ നാളെ കൂട്ടാനാണ് കേട്ടോ നല്ല സ്വാദ് ഉണ്ടാവൽ. എല്ലാവർക്കും അങ്ങനെയാമ്മ, നമുക്ക് അങ്ങനെയാണ്. അപ്പോൾ അടിപൊളി സൂപ്പർ അയില വറ്റിച്ചത് റെഡിയായി. ഓക്കേ.